പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് പറയുന്നു, വല്ലസുർ, കാലത്തെ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ, ലോകത്തുള്ള മനുഷ്യർ മുഴുവനും പരാജയത്തിലാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരാജിതരാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, രാജാവായ അല്ലാഹുവിനെ സ്നേഹിച്ച് അവന്റെ തൃപ്തി ആഗ്രഹിച്ച് ജീവിച്ച് സൽക്കർമ്മം ചെയ്യുന്ന സ്വാലിഹീങ്ങൾ ഒഴികെ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പാരത്രിക ലോകത്തേക്ക് സമ്പാദിക്കണമെന്ന് ചിന്തിച്ചവനാണ് വിജയിച്ചവർ. ഈ ലോകം എനിക്കെന്നും നിലനിൽക്കുന്ന ലോകമല്ല, എനിക്ക് മുസ്ലിമാകുന്ന എന്റെ വിശ്വാസപ്രകാരം എനിക്ക് ഒരു നീണ്ട കാലത്തെ ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിലേക്കാണ് ഈ ദുനിയാവിൽ വെച്ച് ഞാൻ സമ്പാദിക്കേണ്ടത് എന്ന് ചിന്തിച്ചവൻ, ആ പാരത്രിക ലോകത്തിലേക്കാണ്, ആ പാരത്രിക ലോകത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സമയം ചെലവഴിക്കേണ്ടത് എന്ന് ആലോചിച്ചവൻ, ഇല്ലല്ലദീന ആമനു, ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ച്, ആ ഹബീബിൽ വിശ്വസിച്ച്, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ ഒഴികെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരാജയത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു അത്തരം സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാർ, ആ മഹാന്മാര് മുഴുവനും ആ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്, ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതം മുഴുവനും അവർ സമർപ്പിച്ചിട്ടുള്ളത്. താഴ്ന്ന ദുനിയാവിനെ സ്നേഹിക്കാതെ, താഴ്ന്ന ദുനിയാവിൽ സമ്പാദിക്കുന്നതിന് പകരം റബ്ബിന്റെ പാരത്രിക ലോകത്തേക്ക് എനിക്കുണ്ടാക്കണമെന്ന് ചിന്തിച്ചവൻ, അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. ആ വലിയ മഹാന്റെ വഅദ് കേട്ട് എന്നെപ്പോലെ വഅദ് പറയുന്ന ആളല്ല, ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ മുഴുവനും ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്തി ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് സമുദായത്തെ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ പാത എന്താണെന്ന് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം നീണ്ട വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട വഅദിന്റെ ഇടയിൽ പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തോതി സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ വെച്ച് ബഹുമാനപ്പെട്ടവരുടെ വഅദ് കേൾക്കുന്ന ശഅവാനത്ത് എന്ന് പറയുന്ന പെണ്ണ് ലോകത്ത് ഒരുപാട് തമ്മാടിത്തരങ്ങൾ സമ്മാനിച്ച, ഒരുപാട് തമ്മാടിത്തരങ്ങൾക്ക് നേതൃത്വം നൽകിയ ശഅവാനത്ത് എന്ന് പറയുന്ന പെണ്ണ് ദൂരെ വെച്ച് എന്തോ ശബ്ദം കേട്ടപ്പോൾ
അനുയായികളോട് പറഞ്ഞു, എന്തോ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അന്വേഷിച്ചു നോക്കണം, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹുവിന്റെ വഅദ് കേട്ട് ഈ പെണ്ണ് തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ അയക്കുന്നു. എന്തിന്? എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ. കുറെ സമയമായിട്ടും പോയ ആള് തിരിച്ചു വരുന്നില്ല. കാരണം ബഹുമാനപ്പെട്ടവർ നല്ല സുന്ദരമായ വഅദ് പറയുകയാണ്. കേട്ടപ്പോൾ പോയ ആൾ അവിടെ വെച്ച് വഅദ് കേട്ടുപോയി. വീണ്ടും ആളെ അയച്ചു, തിരിച്ചു വരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ഈ സ്ത്രീയും ഒരുപാട് ആളുകളും ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ആ സദസ്സിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു നീണ്ട വഅദിലാണ്, വലിയ ഉപദേശത്തിലാണ്, ജനങ്ങൾക്ക് ഭയാനകരമായ നരകത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ നരകത്തിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത്? അതേ, ഇന്ന ശജറത സഖൂം തആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓ മനുഷ്യ, ദുനിയാവിന്റെ താഴ്ന്ന ജീവിതം കണ്ടപ്പോ, ദുനിയാവിലെ താഴ്ന്ന ആഡംബരം കണ്ടപ്പോ, ദുനിയാവിലെ താഴ്ന്ന സമ്പത്ത് കണ്ടപ്പോ, ജനങ്ങൾക്കിടയിൽ ഒരുപാട് സ്ഥാനമാനം കണ്ടപ്പോ, ജനങ്ങളൊക്കെ പണം കണ്ടിട്ട് നിന്നെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോ, ജനങ്ങളൊക്കെ നിന്നെ ആദരിക്കുന്നത് കണ്ടപ്പോ, ഒരുപാട് തൊഴിലാളികൾ വന്ന് നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് കണ്ടപ്പോൾ നീ ധരിച്ചുവോ നിന്റെ ജീവിതം ഈ ദുനിയാവിലേക്ക് ഒതുങ്ങുന്നതാണെന്ന്? ഈ ദുനിയാവിലേക്ക് മാത്രമാണ് നിന്റെ ജീവിതമെന്ന് നീ ധരിച്ചോ? ഇല്ല മോനെ, റബ്ബിന്റെ പാരത്രിക ലോകത്ത് ഭയാനകരമായൊരു നരകമെന്ന് പറയുന്നൊരു വീട് വരാനുണ്ട്. ആ നരകത്തെക്കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടോ? ആ നരകത്തെക്കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു ആ നരകത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വഅദ് പറയുകയാണ്. നിന്റെ ദുനിയാവിലെ താഴ്ന്ന ജീവിതം, ആ ജീവിതം കണ്ട് നീ പെട്ടുപോകണ്ട. റബ്ബ് ധാരാളം പണം തന്നു എന്ന് മനസ്സിലാക്കി ആ പണം നീ ധൂർത്തടിക്കണ്ട. വേണ്ടാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിച്ച് നിന്റെ ആഖിബത്ത് നഷ്ടപ്പെടുത്തണ്ട. പകരം റബ്ബിന്റെ പാരത്രികമായ ലോകത്ത്, ആ പാരത്രിക ലോകത്ത് സ്വർഗമെന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് നീ സമ്പാദിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ മടക്കപ്പെടുന്ന ഖബറെന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് നീ സമ്പാദിക്കേണ്ടത്. ആ ഖബറിലേക്കാണ് നീ സമ്പാദിക്കേണ്ടത്. അല്ല തന്ന പണം മുഴുവനും ധൂർത്തടിച്ച്, അല്ല തന്ന പണം മുഴുവനും അതേ ധൂർത്തടിച്ച് ദുനിയാവിലെ താഴ്ന്ന ജീവിതം ഒന്നാഡംബരമായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യ, റബ്ബിന്റെ പാരത്രിക ലോകത്തുള്ള നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് ആ സ്വർഗത്തിലേക്കൊന്ന് കടക്കാൻ നീ ശ്രമിക്കണം. അതിന് രാജാവായ റബ്ബ് മുഅ്മിനീങ്ങളാകുന്ന ജനങ്ങൾക്ക്, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർക്കാണ്. അവൻ വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ വെടിഞ്ഞവനിക്കാണ് റബ്ബിന്റെ പാരത്രിക ലോകത്തെ വിജയം, ആ ഖബറെന്ന് പറയുന്ന ലോകത്തിലെ വിജയം, അതുപോലെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവസരം. അതേ സ്ഥാനത്ത് അല്ലാഹ് ധാരാളം പണം നൽകിയപ്പോ
നീ ആദ്യകാലത്തൊക്കെ പണമില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. അതേ അല്പകാലം ഗൾഫിൽ പോയി നിന്നപ്പോ അള്ളാഹു നിനക്ക് ധാരാളം നിയമത്തങ്ങ് ചൊരിഞ്ഞു തന്നു. അല്ല നിന്റെ ബിസിനസ്സിലങ്ങ് ബറക്കത്ത് ചെയ്തു. നിനക്ക് ഒരുപാട് ബറക്കത്തങ്ങ് ചൊരിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് രാജാവായ റബ്ബിനെ നീ മറന്നുപോയി. ആ പണത്തിന്റെ മുമ്പിൽ നീ തലതാഴ്ത്തിപ്പോയി. ആ പണത്തിന്റെ മുമ്പിൽ നീ ദുനിയാവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ മറന്നുപോയി. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. അതേ മുഅ്മിനീങ്ങൾക്ക് ലോകം അതേ അത് ജയിലറയാണ് എന്ന് പറഞ്ഞാൽ അവനെ ജയിലിൽ അടച്ചിട്ടു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവനിക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണ് മനസ്സങ്ങ് പൊട്ടിപ്പോയി. വഅദ് കഴിഞ്ഞിട്ട് വരുന്നു, ഉസ്താദേ ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത പെണ്ണാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത പെണ്ണാണ്. റബ്ബിന്റെ പാരത്രിക ലോകത്ത് എനിക്ക് വിജയം ലഭിക്കാൻ ഞാൻ ചെയ്തു പോയ വ്യഭിചാരങ്ങൾക്ക്, ഞാൻ ചെയ്തു പോയ തമ്മാടിത്തരങ്ങൾക്ക്, ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് എന്റെ രാജാവായ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിച്ച് ഞാനൊന്ന് മാപ്പ് ചോദിച്ചാൽ എന്റെ റബ്ബിനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? ഭയപ്പെടണ്ട മോളെ. രാജാവായ റബ്ബി അവൻ വല്ലാത്ത പൊറുതിയുള്ള റബ്ബാണ്, വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. എത്ര തെറ്റ് ചെയ്തവർക്കും വീണ്ടും വീണ്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ അതേ റബ്ബിന്റെ അനുഗ്രഹത്തിൽ, റബ്ബിന്റെ മഗ്ഫിറത്തിൽ നീ നിരാശയാകണ്ട. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കില്ലെന്ന് പേടിച്ച് നീ നിരാശയാകണ്ട. വതൂബൂ ഇലല്ലാഹ്. നീ ചെയ്തു പോയ പാപങ്ങൾ രാജാവായ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞുകൊണ്ട് ഒന്ന് തൗബ ചെയ്യൂ മോളെ. അല്ലാഹ് നിനക്ക് പുറത്തു തരും കേട്ടോ. ഈ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണിന് സമാധാനമില്ല. ഉസ്താദേ ഞാൻ ചെയ്ത തെറ്റുകൾ സാധാരണ തെറ്റല്ല. അതേ കടലിലെ തിരമാലകളെക്കാൾ വലിയ തെറ്റ് ചെയ്ത പെണ്ണാണ് ഞാൻ. ലോകത്തിലുള്ള ചരലുകളെക്കാൾ വലിയ തെറ്റ് ചെയ്ത പെണ്ണാണ് ഞാൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വലിയ തെറ്റ് ചെയ്തവളാണ് ഞാൻ. എനിക്കെന്റെ രാജാവിന്റെ അടുക്കലിൽ മാപ്പുണ്ടോ? വന്നത് ശഅബാനത്താണെന്നറിയാത്ത ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി തങ്ങൾ പറഞ്ഞു, പെണ്ണേ നീ ഭയപ്പെടേണ്ടതില്ല. രാജാവായ റബ്ബ് വല്ലാത്ത പൊറുതിയുള്ള റബ്ബാണ്. അവന്റെ അർശിനെ കുറിച്ച് നിനക്കറിയില്ലേ? അവന്റെ സൃഷ്ടികളെ കുറിച്ച് നിനക്കറിയില്ലേ? അവന്റെ സൃഷ്ടികളെ മുഴുവനും നിനക്കറിയില്ലേ? എല്ലാ സൃഷ്ടികൾക്കും ആ രാജാവായ റബ്ബ് വല്ലാത്ത പൊറുതി കൊടുക്കുന്ന റബ്ബാണ്, വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ റബ്ബിനെ കുറിച്ച് ഗഫാറെന്ന്, വല്ലാതെ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. നീ ഭയപ്പെടേണ്ടതില്ല. വന്നത് ശഅബാനത്താണെന്നറിയാത്ത ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട തമ്മാടിച്ചിയായ പെണ്ണ് ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണ് തന്നെ. രാജാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച്, രാജാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പൊട്ടിക്കരഞ്ഞങ്ങ് മാപ്പ് ചോദിച്ചാൽ അല്ലാഹ് പുറത്തു കൊടുക്കും കേട്ടോ. ഈ ശഅബാനത്ത് ഇത് കേൾക്കുമ്പോ തന്നെ അവിടെ ബോധരഹിതയായെന്ന് വീണുപോയി. അല്പം കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി തങ്ങളോടൊരൊക്കെ വിളിച്ച് പറയുന്നു, ആഹന ശഅബാന, ആഹന ശഅബാന, ആഹന ശഅബാന. ഓ സാലിഹുൽ മുർരി തങ്ങളെ, നിങ്ങൾ പറഞ്ഞ ഈ നാട്ടിലെ ഏറ്റവും തമ്മാടിച്ചിയായ പെണ്ണ് ആ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണാണ് ഞാൻ. ഞാൻ എന്റെ രാജാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് എന്റെ റബ്ബിനോട് പാപമോചനം തേടിയാൽ എന്റെ റബ്ബിനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? ഭയപ്പെടേണ്ടതില്ല. വഹുവൽ ഗഫൂറുർ റഹീം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം.
പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഭയപ്പെടണ്ട, മനസ്സ് തിരിച്ച് ഈ റബ്ബിനോട് പാപമോചനം തേടിക്കോ, അല്ലാഹ് പുറത്തു തരും കേട്ടോ. ഓ മുഅ്മിനായ മനുഷ്യ, ഈ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണ് പിന്നീട് കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് സാലിഹുൽ തങ്ങളെ കണ്ടപ്പോ വലിയ കറാമത്ത് കാണിച്ചു പോയി. സമയമില്ലാത്തത് കൊണ്ട് വിശദമായി ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ രാജാവായ റബ്ബിലേക്ക് സമർപ്പിച്ച് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞൊന്ന് പൊട്ടിക്കരയൂ, റബ്ബിനോടൊന്ന് പാപമോചനം തേടൂ. അല്ലാഹു നമ്മെ എല്ലാവരെയും അത്തരം സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഹഖിന്റെ പേരിൽ അടിയുറച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഹഖ് മാത്രം ജീവിതത്തിൽ അതേ പകർത്തി അതേ ഹഖിന്റെ മേലെ നിൽക്കുമ്പോൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. വിശദമായി ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ എന്ത് പ്രയാസം തന്നെ വന്നാലും ഹഖിന്റെ മേൽ ഞാൻ അടിയുറച്ച് ജീവിക്കുമെന്ന ദൃഢനിശ്ചയോടെ ക്ഷമയോടെ ജീവിക്കണേ. അത്തരം സാലിഹീങ്ങളൊഴികെ ലോകത്തുള്ള എല്ലാവരും പരാജയത്തിലേടുന്ന് അതേ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ്, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അവരെ പോലെ നല്ല ഹൃദയം, നല്ല തെളിഞ്ഞ ഹൃദയം ഞങ്ങളെ കയ്യിലില്ല. ആ സാലിഹീങ്ങൾ മുഴുവനും നിന്റെ മുമ്പിൽ പൊട്ടുന്ന മനസ്സോടെയാണ് പ്രാർത്ഥന നടത്തിയത്. അത്തരം നല്ല ക്ലിയറുള്ള മനസ്സ് ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നീ പുറത്ത് മാഫാക്കണേ അല്ലാഹ്. നിന്നെയും നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പൂർണ്ണമായി സ്നേഹിക്കുന്ന സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. ഒരുപാട് മഹാന്മാരാ നബിയെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ നബിയെ സ്വപ്നത്തിലൂടെ നബിയുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ വലിയ വേളയിൽ ഞാനിപ്പോൾ അതിൽ പ്രസംഗിക്കുകയല്ല. ഒരുപാട് മഹാന്മാർ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടവരുണ്ട്. വഫാത്തിന്റെ ശേഷവും നേരിൽ വെച്ച് കണ്ടവരുണ്ട്, നേരിൽ സംസാരിച്ചവരുണ്ട്. അവരൊക്കെ നല്ല ക്ലിയറുള്ള ഹൃദയമുള്ളവരാണ്. നല്ല കറുത്തുപോയ ഹൃദയമുള്ള ഞങ്ങൾക്ക് ആ നബിയെ കാണണമെന്നാശിക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്നറിയാം. പക്ഷേ ആ നബിയെ കണ്ടിട്ടെങ്കിലും ഞങ്ങളെ മനസ്സൊന്ന് ക്ലിയറായാൽ റബ്ബേ, ആ നബിയുടെ പൂമുഖം കണ്ട് സന്തോഷിക്കാൻ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് പലതവണ അവസരം നൽകണേ അല്ലാഹ്. പലതവണ അവസരം നൽകണേ അല്ലാഹ്. അവസരം നൽകണേ അല്ലാഹ്. അവസാനം കാമിലായ ഈമാനോടെ ആ നബി തങ്ങളുടെ പൂമുഖം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.
അവൻ കള്ളിന്റെ കോപ്പവായിലേക്ക് വെച്ച് പോയി. അള്ള ധാരാളം പണം കൊടുത്തപ്പോൾ, ആ ദുനിയാവിലെ താഴ്ന്ന പണം കണ്ടപ്പോൾ അവൻ ദുനിയാവിനെ സ്നേഹിച്ചു പോയി. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിലെ താഴ്ന്ന പണം കണ്ടിട്ട് അവൻ പെട്ടുപോയി. ആ ദുനിയാവിലെ താഴ്ന്ന പണത്തിന്റെ പിന്നാലെ അവൻ ഓടിപ്പോയി. കൃത്യമായി നിസ്കരിക്കുന്ന അവനിപ്പോ നിസ്കരിക്കണമെന്ന ചിന്ത അവനിക്കില്ല, നോമ്പെടുക്കണമെന്ന ചിന്ത അവനിക്കില്ല. അതേ പാവപ്പെട്ടവനായിരുന്നപ്പോ അവനെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അള്ള പണം നൽകിയപ്പോൾ എല്ലാം നൽകുന്ന രാജാവായ റബ്ബിനെ അവൻ മറന്നുപോയി. മോനെ, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ദുനിയാവിലെ താഴ്ന്ന പണം കണ്ട് പെട്ടുപോയി. മുഅ്മിനെ ഒരിക്കലും പാടില്ല. ആ പണം നിനക്ക് നിലനിൽക്കുന്ന ലോകത്തേക്കുള്ളതല്ല. ആ പണം ഒരിക്കലും നിനക്ക് നൽകുന്ന പണമല്ല. നീ അതേ നിന്റെ ജീവിതകാലം മുഴുവനും ചെലവഴിച്ച്, നിന്റെ ജീവിതകാലത്ത് നിന്റെ ആരോഗ്യമുള്ള സമയം മുഴുവനും ചെലവഴിച്ച് നീ ഉണ്ടാക്കി വെച്ച പണം, ആ പണം നിനക്ക് ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ളതാണോ? ഖബറെന്ന് പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണോ? അല്ല, ദുനിയാവിലെ താഴ്ന്ന പണം ദൂർത്തടിച്ച് ചെലവഴിച്ച് അത് അള്ളാനെ മറന്നു പോകാനുള്ളതാണോ? എല്ലാം തന്ന രാജാവായ റബ്ബിനെ കുറിച്ച് ബോധം വേണം. എല്ലാം തരേണ്ട രാജാവായ റബ്ബിനെ കുറിച്ച് ബോധം വേണം. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നവന് അവനാണ്. അവനേത് നിമിഷവും എന്റെ അതേ ബിസിനസ് തകർക്കാൻ അവന് കഴിയും. എത്ര ബിസിനസ്സുകളും വേണമെങ്കിൽ അവന് തകർത്ത് പൊടിയാക്കാൻ കഴിയും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധ ഖുർആന് പറഞ്ഞല്ലോ, മോനെ, നിന്റെ പണം നിലനിൽക്കുന്നതല്ല, നീ ദുനിയാവിൽ സമ്പാദിച്ചു വെച്ച ഒന്നും നിലനിൽക്കുന്നതല്ല. അതൊന്നും നിനക്ക് നീ ഉണ്ടാക്കി വെച്ചതല്ല. നിന്റെ കയ്യിലുള്ള ഒന്നും നിനക്ക് നിലനിൽക്കുന്നതല്ല. എല്ലാം നശിച്ചു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്. രാജാവായ റബ്ബിന്റെ അടുക്കൽ ഉള്ളത് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം നശിച്ചു പോകുന്നതാണ്. റബ്ബിന്റെ അടുക്കലുള്ളതേ ബാക്കിയുള്ളൂ. നീ ഉണ്ടാക്കി വെച്ച വലിയ വലിയ പടുകൂറ്റം ബിൽഡിങ്ങുകളില്ലേ, ആ ബിൽഡിംഗ് നിലനിൽക്കുന്നതല്ല. റബ്ബിന്റെ ഒരു ഭൂചലനത്തിനില്ല, റബ്ബിന്റെ ഒരു കൊടുങ്കാറ്റിനില്ല. ഇന്നലെ ഞാൻ എറണാകുളം ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോ എന്റെ സുഹൃത്ത് എനിക്കൊരു ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ചു തന്നു. വലിയ പണക്കാരൻ നിർമ്മിച്ച ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ അല്ലാഹു അതിന് സ്ഥിരത കൊടുത്തില്ല. ആ ബിൽഡിംഗ് അല്പം ദിവസം കഴിഞ്ഞപ്പോ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോയി. വലിയ പണക്കാരനായിരുന്നു ആ ബിൽഡിംഗിന്റെ ഉടമ. ആ ബിൽഡിംഗ് അങ്ങ് താഴ്ന്നു പോയപ്പോ പിറ്റേ ദിവസം തന്നെ ബിൽഡിംഗിൽ കയറി തൂക്കുകയറിലേക്ക് കയറിപ്പോയി. മുതലാളി തൂക്കുകയറിന്റെ മുമ്പിൽ ആ ദുനിയാവിലെ താഴ്ന്ന പണം കണ്ടപ്പോ കയറ് തൂക്കിക്കൊടുത്തു പോയി. ഇതല്ലേ മനുഷ്യ, ദുനിയാവിലെ താഴ്ന്ന സമ്പത്ത്. ആ സമ്പത്ത് കൊണ്ട് നിനക്ക് കാര്യമുണ്ടോ? കാര്യമുണ്ട്. നീ ദീനിന്റെ നിലക്ക് ചെലവഴിച്ചാൽ അതുകൊണ്ട് നിനക്ക് കാര്യമുണ്ട്. അല്ലെങ്കിൽ നിനക്കതുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. സുബ്ഹാനല്ലാഹ്, ഈ പാവപ്പെട്ടവന്റെ ഉമ്മാമയെ അടുത്ത് മരിച്ചുപോയി. അല്ലാഹു അവിടുത്തെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട രണ്ട് ഉമ്മാമമാരും അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പയും മരിച്ചുപോയി. അല്ലാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. ഈ അടുത്ത് എന്റെ ഉമ്മാമ മരിച്ചുപോയപ്പോ എന്റെ വാപ്പ എന്നെ വിളിച്ചു, മോനെ, ഒന്ന് ഈ കാതൊന്ന് പിടിച്ചു തരണം. എന്തിനാണ് വാപ്പാ? ഒന്നുമില്ല മോനെ, ഉമ്മയുടെ കാതിലുള്ള ഈ കാതിലെ ഒന്ന് പതുക്കെ ഉമ്മയെ വേദനിപ്പിക്കാതെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ പതുക്കെ ആ കാതൊന്ന് പിടിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു, മോനെ, ഒന്ന് ഈ കൈ പിടിക്കൂ. എന്തിന്? കയ്യിന്റെ മേലെ ഒട്ടും മാമ ഇട്ടിരുന്ന വളയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഓ എന്റെ ഉമ്മമാരെ, ഏതെങ്കിലും ഉമ്മാമമാര് പോകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മ
ഉമ്മമാര് പോകുമ്പോ, ഏതെങ്കിലും നമ്മുടെ പെങ്ങന്മാര് ഖബറിലേക്ക് പോകുമ്പോ ആരെങ്കിലും അവരുടെ ഭർത്താവ് കൊടുത്ത വള ധരിച്ചിട്ട് പോയിട്ടുണ്ടോ? ഏതെങ്കിലും അതേ ഭർത്താവ് കൊടുത്ത മാല ധരിച്ച് പോയിട്ടുണ്ടോ? ദുനിയാവിലെ താഴ്ന്ന പണം ഉണ്ടാക്കിയിട്ട് അവര് വാങ്ങി വെച്ചിരുന്ന ആഭരണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ കാതിൽ അഴിച്ചു പോയി, അവരുടെ വളകൾ അഴിച്ചു പോയി, അവരുടെ മാലകൾ അഴിച്ചു പോയി. അവരുടെ പേരിലുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾക്ക് വേണ്ടി മക്കൾ അവിടെ ഇരുന്ന് തർക്കിച്ചു പോയി. മക്കൾ പരസ്പരം അതേ തർക്കങ്ങൾ നടന്നുപോയി. ഈ ദുനിയാവിലെ താഴ്ന്ന പണം സമ്പാദിച്ചിട്ട് എന്ത് കാര്യമാണ്? പകരം മുഅ്മിനേ അഅ്മാലുൻ സാലിഹാ, നീ സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കി വെച്ചാലോ അത് നിന്റെ ഖബറിലേക്കുള്ളതാണ്. അത് നിന്റെ ഖബറെന്ന് പറയുന്ന ജീവിതത്തിലേക്കുള്ളതാണ്. നിന്റെ പാരത്രിക ലോകത്തിലെ വിജയത്തിനുള്ളതാണ് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തുടങ്ങി വെച്ച ചരിത്രം പൂർത്തീകരിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനേ, ദുനിയാവിന്റെ താഴ്ന്ന ചിന്തകൾ വലിച്ചെറിഞ്ഞ് ആ രാജാവായ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിക്കണം. രാജാവായ റബ്ബിലേക്കൊന്ന് നമ്മൾ അടുക്കണം. ആ റബ്ബിന്റെ തൃപ്തിയൊന്ന് ആഗ്രഹിക്കണം. ആ റബ്ബിന്റെ പൊരുത്തം ലഭിച്ച് മരിക്കുന്ന സാലിഹീങ്ങളിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കണം. ഏതെങ്കിലും കാണുന്ന പെണ്ണിന്റെ പിന്നാലെ ഓടി, ഏതെങ്കിലും കാണുന്ന പുരുഷന്മാരെ പിന്നാലെ ഓടി, ഓ മുഅ്മിനായ മനുഷ്യ, നിന്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എന്തൊരു കാലഘട്ടമാണ്! 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന കാലം. എന്തൊരു കാലമാണ്! ഓ മുഅ്മിനേ, അത്തരം താഴ്ന്ന ചിന്തകൾ വലിച്ചെറിഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കൊന്ന് മനസ്സ് തിരിക്കൂ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി തങ്ങള് വലിയ നീണ്ട വഅലിലാണ്, നീണ്ട ഉപദേശത്തിലാണ്. എന്നെ പോലെ വഅല് പറയുന്ന ആളല്ല, മനസ്സിലേക്ക് തട്ടിക്കൊണ്ട് വഅല് പറയുന്ന ആളാണ്. വലിയ മുത്തഖിയായ മനുഷ്യനാണ് ആ സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു. നീണ്ട വഅലിങ്ങനെ പറയുമ്പോൾ ഭയാനകരമായ നരകത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇന്ന ശജറത സഖൂം തആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൽ കഗലിൽ ഹമീം. മോനെ, റബ്ബിന്റെ പാരത്രിക ലോകത്തുള്ള നരകം അത് നിനക്കൊരു സെക്കൻഡ് പോലും താങ്ങാൻ കഴിയില്ല. ഒരു മൈക്രോ സെക്കൻഡ് പോലും ആ നരകത്തിൽ കിടക്കാൻ നിനക്ക് കഴിയില്ല. അത് വല്ലാത്ത ലോകം തന്നെ. അവിടെ നിനക്ക് ദാഹിച്ച് വലയുമ്പോ ഒരു കോപ്പ തണുതെ ഒരു കോപ്പ വെള്ളം അവിടെ കിട്ടാനില്ല. ദാഹിച്ച് വലയുന്ന സമയത്ത് നിനക്കവിടെ കുടിക്കാനുള്ള പാനീയമില്ല. ഒരു ശുദ്ധമായ പാനീയം നിനക്കവിടെ കുടിക്കാൻ ലഭിക്കുന്നില്ല. പകരം അവിടെ നിനക്ക് ലഭിക്കുന്നത് ചീഞ്ചലങ്ങളാണ്, ചുട്ടുകൊള്ളുന്ന പാനീയമാണ്. അത് നിന്റെ വായിലേക്ക് വെച്ചാലോ അതേ ചൂട് കൊണ്ട് നിനക്ക് താഴോട്ടേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ദാഹം കൊണ്ട് പുറത്തേക്ക് തുപ്പാനും കഴിയുന്നില്ല. അത്തരം വല്ലാത്തൊരു പ്രതിസന്ധി നിന്നെ പിടികൂടാനുണ്ടേ മനുഷ്യ. അതുകൊണ്ട് ദുനിയാവ് കണ്ടിട്ട് നീ പെട്ടുപോകണ്ട. ബഹുമാനപ്പെട്ട സാലിഹുൽ മുർരി റളിയല്ലാഹു അൻഹു ആ ഭയാനകരമായ നരകത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് വഅല് പറയുന്നു. ആ സമയത്താണ് ശവാനത്ത് എന്ന് പറയുന്ന പെണ്ണ് ആ വഅലിന്റെ മജ്ലിസിലേക്ക് കയറി വരുന്നത്. ആ വഅലിന്റെ മജ്ലിസിലേക്ക് അങ്ങ് കയറി വരുമ്പോൾ നല്ല സാലിഹീങ്ങളായ ജനങ്ങൾ, അല്ലാഹുവിനെ സ്നേഹിച്ച് വഅല് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ അവരതാ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ വയലങ്ങ് കേട്ടപ്പോൾ പലരും ബോധരഹിതരായി സദസ്സിൽ വീണുപോയി. പലരും ബോധം നഷ്ടപ്പെട്ട് അതേ സദസ്സിൽ വീണുപോയി. പലരും സദസ്സിൽ വെച്ച് അട്ടഹസിച്ചു പോയി. എന്താണ് ഈ വയല് പറയുന്നത്? ഞാൻ അത് എന്റെ ദുനിയാവിൽ ചെയ്ത തമ്മാടിത്തരങ്ങളുമായി റബ്ബിന്റെ പാരത്രിക ലോകത്തിലേക്ക് പോയാൽ ആ റബ്ബ് നൽകുന്ന ശിക്ഷയെ കുറിച്ചാണല്ലോ വിശദീകരിക്കുന്നത്.